إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم بالعالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, MICR-ലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറണമേ എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവന്റെ മതമായ ഇസ്ലാമിനെ അവതരിപ്പിച്ചു എന്നത്. ആ മതം സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന് സൗഭാഗ്യം നേടാൻ സാധിക്കുകയുള്ളൂ, സമാധാനവും രക്ഷയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുക വഴി മാത്രമേ മനുഷ്യന് ഇസ്സത്തുണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ പ്രതാപവും ഔന്നിത്യവും ഒക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് സമഗ്രമാണ്, സമ്പൂർണമാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മനുഷ്യന് അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വന്തമായി തീരുമാനിക്കുവാനും ആലോചിക്കുവാനുമായി ഇസ്ലാം വിട്ടുകൊടുത്തില്ല. മറിച്ച് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും
ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് സമയങ്ങളിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സൂചനകളോ അതല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം സാർവകാലികമാണ്. എല്ലാ നിലക്കും അതിന്റെ നിയമങ്ങൾ പരിപൂർണമായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ച മതമായതുകൊണ്ടുള്ള പ്രത്യേകത എല്ലാവർക്കും സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ഒരു വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു നമുക്ക്. അയ്യുഹന്നാസ്, ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, ജനങ്ങളെ, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, നിങ്ങൾക്ക് അടുക്കാൻ ആവശ്യമായ ഒരു കാര്യവുമില്ല. വയുബഇദുക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു പോകുവാനും രക്ഷപ്പെടുവാനും ആവശ്യമായ യാതൊരു കാര്യവുമില്ല. ഇല്ലാ ഖദ് അമർത്തുക്കും ബിഹി, അതിനെ സംബന്ധിച്ച് ഈ പ്രവാചകൻ നിങ്ങൾക്ക് കൽപ്പന നൽകാതിരുന്നിട്ടില്ല. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, വലൈസ ശൈഉൻ യുഖർരിബുക്കും മിനന്നാരി വയുബഇദുക്കും മിനൽ ജന്ന, നരകത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നതും സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ വിദൂരമാക്കുന്നതുമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, വിരോധങ്ങളുണ്ടോ, തിന്മകളുണ്ടോ, ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു, അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വിരോധം നൽകാതെ, അത് പാടില്ലെന്ന് പറയാതെ ഈ പ്രവാചകൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ള മതങ്ങളെപ്പോലെയല്ല ഇസ്ലാം. മറ്റു പല മതങ്ങളിലും പല വിഷയങ്ങൾക്ക് പരിഹാരങ്ങളില്ല, നിർദ്ദേശങ്ങളില്ല, വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. അത് പുരോഹിതന്മാർക്കും മതമേലാളന്മാർക്കും അവർ ഉദ്ദേശിക്കുന്ന നിലക്കുള്ള കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്ന നിലക്കാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം അങ്ങനെയല്ല. എല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം മാനവരാശിയോട് മുഴുവനും ആവശ്യപ്പെടുന്നു, ഈ മതമല്ലാതെ വേറെ ഒരാദർശം സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും മരണാനന്തര ജീവിതത്തിൽ പാരിത്രിക ലോകത്ത് എത്തിപ്പെടുകയാണെങ്കിൽ അവനിൽ നിന്ന് ആ ആദർശം സ്വീകരിക്കപ്പെടുകയില്ല. ഇസ്ലാമല്ലാത്ത ഒരു മതം സ്വീകരിക്കുകയേയില്ല. ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മതമായ ഇസ്ലാം. പക്ഷേ ഇസ്ലാമല്ലാത്ത ഒരു മതം, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലം യുഖ്ബല മിൻഹു, ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആഗ്രഹിച്ചു തേടിപ്പോയാൽ ഫലം യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് അല്ലാഹു തന്ന മതം, അവന്റെ അനുഗ്രഹമായ ഈ ദീൻ, ആ ദീനനുസരിച്ചായിരിക്കണം നാം മുന്നേറേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് ഇടപെടലുകളിലും അല്ലാഹുവിന്റെ മതമായിരിക്കണം അവിടെ, അവന്റെ മതത്തിന്റെ നിർദ്ദേശങ്ങളായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. മുസ്ലിമേ, നിന്റെ ആചാരം എന്താകണം? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാകണം. മുസ്ലിമേ, നിന്റെ വിശ്വാസം എങ്ങനെയാണ് നീ രൂപപ്പെടുത്തേണ്ടത്? അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. മുസ്ലിമേ, നിന്റെ അനുഷ്ഠാനങ്ങളും നിന്റെ ആചാരങ്ങളും നിന്റേതായ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിനക്ക് വെളിച്ചം പകരേണ്ടത് അല്ലാഹുവിന്റെ കിതാബും അതിന്റെ പ്രായോഗികമായ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുമാകണം. പക്ഷേ സഹോദരങ്ങളെ, എന്നാൽ സങ്കടകരമായ ഒരു അവസ്ഥ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അവിടുന്ന് പ്രവചിച്ചു. വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് അവിടുന്ന് പറഞ്ഞു. എന്ത്? കാലം ഒരുപാട് കഴിയുമ്പോ എന്റെ ഈ സമുദായം പല നിലക്കുള്ള അപജയങ്ങളും പരാജയങ്ങളും എന്റെ ഈ ഉമ്മത്തിനെ പിടികൂടും. അക്കൂട്ടത്തിൽ ആഖിറുസ്സമാനിൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ എന്റെ ഈ സമുദായം ഇസ്ലാമിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം അത് പോരാ എന്ന് തോന്നുന്ന ഒരു ചിന്താഗതി വരികയും മറ്റുള്ള മതങ്ങളുടെയും ആ നിലക്കുള്ള ഇസ്ലാമല്ലാത്ത ആദർശങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വളരെ ആവേശത്തോടുകൂടെ അത് തിരക്കേടില്ലെന്ന നിലക്ക് അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതൊക്കെ വാരിപ്പുണരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് സംജാതമാകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത വിഷയത്തിന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇസ്ലാമും ആഘോഷങ്ങളും എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ രണ്ടാഘോഷങ്ങൾ മാത്രമാണുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിലെത്തി നോക്കുമ്പോ മദീന നിവാസികൾക്ക് ആഘോഷത്തിനുള്ള അവർ ആഘോഷിച്ചിരുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. 2 ആഘോഷ ദിവസങ്ങൾ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ. മദീനയിലെത്തിയ പ്രവാചകൻ കാണുന്നത് അവർക്ക് കളിക്കുവാനും ഉല്ലസിക്കുവാനും ആഘോഷിക്കുവാനും ഉണ്ടായിരുന്ന 2 ദിവസങ്ങളാണ്. ഫഖാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന നിവാസികളോട് ചോദിച്ചു, മാ ഹാദാനി യൗമാനി, അല്ല ഈ 2 ദിവസങ്ങൾ എന്താണ്? ഖാലു, ഞങ്ങൾ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലായിരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ കളിക്കുകയും ഉല്ലസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്ന ദിവസങ്ങളാണിത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് എന്താണ് പറഞ്ഞത്? ശരി, കുഴപ്പമില്ല എന്നല്ല, നിങ്ങൾ ആഘോഷിച്ചോ എന്നല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞത് ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. വാചകം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. അവർക്ക് 2നും പകരമായി നിങ്ങൾക്ക് അല്ലാഹു ബദൽ നൽകിയിരിക്കുന്നു, പകരമായി നൽകിയിരിക്കുന്നു 2 ദിവസങ്ങൾ. ഏതാണത്? യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ. ഒന്ന് ബലിപെരുന്നാൾ യൗമുൽ അദ്ഹയാണ്, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റുമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആഘോഷിക്കേണ്ടതും നിങ്ങൾ ആനന്ദിക്കേണ്ടതും നിങ്ങൾ ഉല്ലസിക്കേണ്ടതുമൊക്കെ ഈ 2 ആഘോഷ ദിവസങ്ങളിൽ മാത്രമാണ്. ഇതല്ലാത്തൊരാഘോഷം മുസ്ലിമീങ്ങൾക്കില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷ ദിവസങ്ങളായുള്ള 2 ആഘോഷങ്ങൾ, പരിശുദ്ധ റമദാനിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്ർ, ദുൽഹജ്ജ് മാസം 10 ആഘോഷിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഈദുൽ അദ്ഹയും. നോക്കൂ നിങ്ങൾ, ഇതല്ലാത്തൊരാഘോഷവും ഇസ്ലാമിലില്ല. മതപരമായ നിലയ്ക്ക് ഈ 2 ആഘോഷങ്ങൾ മാത്രമേ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. ധാരാളം മതങ്ങളും ചിന്താഗതികളും ആദർശങ്ങളുമൊക്കെയുള്ള ഒരു ബഹുമത സമൂഹത്തിലാണ്. വിവിധ മതവിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല നിലക്കുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെ ആചാരങ്ങളുമൊക്കെ നമ്മൾ കാണുന്നു. ആളുകൾ ആഘോഷിക്കുന്നത് നമ്മൾ കാണുകയാണ്, വിവിധ മതവിഭാഗക്കാർ. മുസ്ലിമീങ്ങൾക്ക് ഈ നിലക്കുള്ള ആഘോഷങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെന്ന് പേര് പറയുന്നവർ തന്നെ
പലതിലക്കുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഫത്വകൾ വിശുദ്ധ ഖുർആനിന്റെയോ വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചക ചിന്തയുടെയോ പിൻബലമില്ലാത്ത നിലക്കുള്ള ഫത്വകൾ ഈ നിലക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവ സഹോദരന്മാർ കൊല്ലവർഷം ചിങ്ങമാസത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. ക്രൈസ്തവ സഹോദരന്മാർ ഡിസംബർ മാസത്തിൽ യേശുവിന്റെ ജന്മദിനമെന്ന നിലക്ക് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഈ നിലക്കുള്ള ആഘോഷങ്ങൾ, ഇതുമല്ലാത്തത് നമുക്കറിയുന്നതും അറിയാത്തതുമായ വിവിധ നിലക്കുള്ള ആഘോഷങ്ങൾ ബഹുമത സമൂഹത്തിൽ നടക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ സമീപനം എന്തായിരിക്കണം? ഇസ്ലാം വളരെ വ്യക്തവും കനിഷ്ഠവുമായ നിലക്ക് പറയുന്നു, ഇസ്ലാമിൽ രണ്ടാഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാത്തൊരാഘോഷവും മുസ്ലിമിന് ആഘോഷിക്കാൻ പാടില്ല. അതൊരു തീവ്രവാദമല്ല, അതല്ലെങ്കിൽ അതൊരു കടുംപിടുത്തമല്ല. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിലയിരുത്താറുള്ളത് അതൊരു കടുംപിടുത്തമായി പോയി, എന്തൊരു കർശനമായ നിലപാടായി പോയി, ഇതെന്തൊരു കാർക്കശ്യമാണ്. അല്ല സഹോദരങ്ങളെ, മുസ്ലിം നിൽക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചത്തിലാണ്. അവനെന്ത് പ്രവൃത്തി ചെയ്യേണ്ടതും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ 2-ാമത്തെ വചനത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിനീതരായ ദാസന്മാരുടെ പ്രത്യേകതകൾ അല്ലാഹു അവിടെ എണ്ണി എണ്ണി പറയുകയാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത്. അവിടെ അല്ലാഹു പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അല്ലാഹുവിന്റെ വിനീതരായ ദാസന്മാരുടെ ഒരു പ്രത്യേകതയാണ് എന്ത്? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. അവർ സൂറിന് സാക്ഷികളാകുകയില്ല, അവര് സൂറിന് സാക്ഷ്യം വഹിക്കുന്നവരല്ല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അനാവശ്യ കാര്യങ്ങളുടെ അരികിലൂടെ അവർ നടന്നു പോകുകയാണെങ്കിൽ അതിനോട് സഹകരിക്കുവാനോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു സഹകരണ മനോഭാവം പ്രകടിപ്പിക്കാനോ തയ്യാറാകാതെ അവര് മാന്യമായി നടന്നു പോകുന്നവരാണ്. ഈ ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ എന്ത്? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. അവര് സൂറിന് സാക്ഷികളാവുകയില്ല എന്നും. എന്താണ് ഇവിടെ സൂർ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. ഫഖദ് ഫസ്സറഹാ ജമാഅത്തുൻ മിനസ് സലഫ് ബിഅന്ന അസ്സൂറ ഫഹുവ അഅയാദുൽ കുഫാർ. ഈ ആയത്തിൽ പറഞ്ഞ സൂർ എന്ന പ്രയോഗം സത്യനിഷേധികളുടെ ആഘോഷങ്ങളാണ്. സത്യനിഷേധികളുടെ അതല്ലെങ്കിൽ കാഫിരീങ്ങളുടെ ആഘോഷങ്ങളെ സംബന്ധിച്ചാണ് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷങ്ങൾക്ക് അതല്ലെങ്കിൽ ആ ആഘോഷങ്ങളിൽ അവർ പങ്കുകൊള്ളുകയോ സാക്ഷിയാവുകയോ ചെയ്യുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ആദർശത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാത്ത മുസ്ലിമീങ്ങൾ ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾ അതല്ലെങ്കിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അത്തരം ആഘോഷങ്ങളെ മുസ്ലിമീങ്ങൾ വ്യക്തികളായും സംഘടനകളായും പല നിലക്കുള്ള സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ എന്ന് പേര് പറഞ്ഞാലും അതല്ല ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പേര് പറഞ്ഞാലും പല നിലക്കുള്ള സംഘടനകൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, ഇത്തരം ആഘോഷങ്ങളോട് സഹകരിക്കുന്നു, ആശംസകൾ നേരുന്നു, മീറ്റിംഗുകൾ അയക്കുന്നു, അനുമോദന സന്ദേശങ്ങൾ അയക്കുന്നു. ഈ നിലക്ക് ഇത്തരം പ്രവൃത്തികളോട് സഹോദരങ്ങളെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വളരെ ഒരു മതപരമായ വിഷയം എന്ന നിലക്ക് തന്നെ അതല്ലെങ്കിൽ വളരെ ഉത്സാഹപൂർവ്വം ഇത്തരം സംഗതികളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസം നിറഞ്ഞൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, എന്റെ കയ്യിലുള്ളത് പ്രശ്നങ്ങൾ വീക്ഷണങ്ങൾ എന്ന പേരിലുള്ള ഒരു പുസ്തകത്തിന്റെ ഒരു പേജാണ്. ആരാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്?
ജമാഅത്തുകാരുടെ നേതാവായ TK ഉബൈദ് സാഹിബ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം, ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ആദ്യം നിങ്ങളത് ശ്രദ്ധിക്കുക, എന്നിട്ട് ഈ വിഷയവുമായി ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് വളരെ കണിശമായും വ്യക്തമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്? ഞാൻ ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യക്കാരും ഭാഷക്കാരും മതക്കാരുമായ ആളുകളോടൊപ്പമാണ് താമസിക്കുന്നത്. മലയാളികളിൽ കൂടുതൽ പേർ അമുസ്ലിമീങ്ങളാണ്. ഓണക്കാലത്ത് ഒരു ദേശീയോത്സവം എന്ന നിലയിൽ മലയാളികൾ ചേർന്ന് മറ്റു നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. സദ്യയും കലാപരിപാടികളുമായിരിക്കും പ്രോഗ്രാം. ചെലവുകൾ മലയാളികൾ വഹിക്കുന്നു. ഈ വിധം ഇന്ത്യക്കാരെല്ലാം ചേർന്ന് സ്വാതന്ത്ര്യദിനവും എല്ലാ നാട്ടുകാരും ചേർന്ന് പുതുവത്സര ദിനവും സംഘടിപ്പിക്കാറുണ്ട്. മുസ്ലിമായ എനിക്ക് ഇതിലെല്ലാം പങ്കെടുക്കാമോ? ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ സുഹൃത്തുക്കൾ ക്ഷണിച്ചാൽ ഹാപ്പി ക്രിസ്മസ് എന്ന് ആശംസിച്ച് ഹസ്തദാനം നടത്തുന്നതും ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുകൾ കൈമാറുന്നതും അനുവദനീയമാണോ? TK ഉബൈദ് സാഹിബിനോടുള്ള ചോദ്യമാണ്. എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ഒരു സൗഹൃദവേദി, സാംസ്കാരിക പരിപാടി എന്നീ നിലകളിൽ ഓണാഘോഷം, ക്രിസ്മസ്, ന്യൂ ഇയർ, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുക്കുന്നതും ബന്ധപ്പെട്ടവർക്ക് വാജ്യമായോ ലിഖിത രൂപത്തിലോ ആശംസകൾ കൈമാറുന്നതും ഇസ്ലാം വിലക്കിയിട്ടില്ല. എന്നാൽ അത്തരം പരിപാടികളിൽ ശിർക്കുപരമായതോ ഇസ്ലാം നിഷിദ്ധമാക്കിയതോ ആയ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അമുസ്ലിം സുഹൃത്തുക്കളുടെ മതസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങൾ സ്വന്തം വിശേഷ ദിനങ്ങളിലും അമുസ്ലിമീങ്ങളായ സ്നേഹിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനുയോജ്യമായ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തദ്വാര ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും അവർക്ക് പരിചയപ്പെടുത്തുവാനും ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് മറുപടി. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ എന്താണ് ഈ മറുപടിയിലുള്ളത്? അത് ഇസ്ലാമികമായി തെറ്റില്ല. ഗ്രീറ്റിംഗ് അയക്കുന്നതിൽ ഇസ്ലാമികമായി കുഴപ്പമില്ല. ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് തടയാറില്ല. ഇസ്ലാം വിലക്കിയിട്ടില്ല എന്നാണ് ഉബൈദ് സാഹിബ്, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന നിലക്ക് അവര് തന്നെ സാധാരണ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതിന് കുഴപ്പമില്ല എന്ന നിലക്കാണ് ഇത് ഒരു പ്രാവശ്യം ജമാഅത്തുകാരെ സംഘടിപ്പിച്ച ഒരു ക്രിസ്മസ് ഉത്സവ അതല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ചിത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിന് സമാനമായ പരിപാടികളിൽ ഒട്ടേറെ അവർ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇസ്ലാമിക മാനമെന്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഉബൈദ് സാഹിബ് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ പരിപാടികളിലേക്കും നമ്മുടേതായ ഇത്തരം പരിപാടികളിലൊക്കെ അവരെയും ക്ഷണിക്കുകയും അവരുടെ പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ്. സഹോദരന്മാരെ, ഒരു കള്ളന്റെ കൂടെ സഹകരിച്ചിട്ടാണോ കളവ് പാടില്ലെന്ന് പറയേണ്ടത്? ഒരു വേശ്യയുടെ കൂടെ കിടന്നിട്ടാണോ വേശ്യാവൃത്തി ഹറാമാണെന്ന് പറയേണ്ടത്? അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇസ്ലാമിക പ്രമാണങ്ങളോട് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത നിലക്കുള്ള ഫത്വകളും അതല്ലെങ്കിൽ മറുപടികളുമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ ഇസ്ലാമിക മാനം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ക്രിസ്മസിനോട് ഏകദേശം അതിനോട് അടുത്തു വരുന്ന മറ്റൊരു ഉത്സവമാണ് അതല്ലെങ്കിൽ ആഘോഷമാണ് ന്യൂ ഇയർ. അല്ലേ? ന്യൂ ഇയർ വരുമ്പോ ജനങ്ങളൊക്കെ ലോകമെമ്പാടും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഡിസംബർ മാസം അവസാനമാകുമ്പോഴേക്ക് പുതുവത്സര ദിനം അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുപ്പികൾ പൊട്ടിക്കുന്നതിന് വേണ്ടി, ഗ്രീറ്റിങ്ങുകൾ അയക്കുന്നതിന് വേണ്ടി, ആശംസകൾ നേരുന്നതിന് വേണ്ടി. അങ്ങനെ അന്ന് നമ്മുടെ കേരളക്കരയിലൊക്കെ പൊട്ടുന്ന മദ്യത്തിനല്ലെങ്കിൽ പൊട്ടിക്കുന്ന കുപ്പികൾക്ക് കയ്യും കണക്കുമില്ല. കോടികളുടെ വിറ്റുവരവാണ് നമ്മുടെ ഈ നിലക്കുള്ള സ്ഥാപനങ്ങളൊക്കെ അവരുടെ കണക്കുകൾ പുറത്തുവിടാറ്. കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് പുതുവത്സര ദിനങ്ങളിലൊക്കെ സാധാരണ വിൽക്കാറുള്ളത്. ഇനി അതിന്റെ കണക്കുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വായിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരിൽ മുസ്ലിമീങ്ങളുമുണ്ടല്ലോ. മുസ്ലിം സഹോദരന്മാരും ഇതിലൊക്കെ അവരുടേതായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇസ്ലാമിക വിഷയമെന്ന നിലക്ക് തന്നെ. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ന്യൂ ഇയർ അടക്കമുള്ള ക്രിസ്മസ് പോലെ, ഓണം പോലെ, അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി പോലെ
ജന്മദിനാഘോഷങ്ങളെപ്പോലെ കേരളക്കരയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളോട് മുസൽമാന്റെ സമീപനം എന്തായിരിക്കണം? അതേതെങ്കിലും ഒരു സംഘടനയുടെ അഭിപ്രായമായിരിക്കരുത്, ഏതെങ്കിലും ചില വ്യക്തികളുടെ അഭിപ്രായമായിരിക്കരുത്. ഇസ്ലാമിക പ്രമാണങ്ങൾ അത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരിക്കുന്നത്? അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്നാൽ അദ്ദേഹം പറഞ്ഞു തന്നു, മൻ തഅസ്സാ ബിബിലാദിൽ ആജിമി വവലഅ നൈറൂദഹും വമഖ്റജാനഹും വതശബ്ബഹ ബിഹിം ഹത്താ യമൂത വഹുവ കദാലിക ഹുശറ മഅഹും യൗമൽ ഖിയാമ. മഹാനായ സഹാബി പറയുകയാണ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതെന്നോ, മൻ തഅസ്സാ ബിബിലാദിൽ ആജിമി, അമുസ്ലിം നാടുകളെ ആരെങ്കിലും അനുകരിക്കുകയാണെങ്കിൽ, തഅസ്സ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇഖ്തദ എന്നാണ് അർത്ഥം. അവരെ ആരെങ്കിലും പിൻപറ്റി അവരുടെ മാതൃക ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, ഇത് ഇസ്ലാമിക സംസ്കാരമോ ഇസ്ലാമിന്റെ ആദർശങ്ങളോ ഉൾക്കൊള്ളാത്ത നാടുകളുടെ സംസ്കാരങ്ങൾ ആരെങ്കിലും പിൻപറ്റിയാൽ, നൈറൂദഹും അവരുടെ നൈറൂദ് അനുഷ്ഠിക്കുകയും ചെയ്താൽ, വമഹറജാനഹും അവരുടെ ഉത്സവങ്ങൾ ആരെങ്കിലും ആഘോഷിച്ചാൽ, എന്നിട്ട് വതശബ്ബഹ ബിഹിം അവരോട് സാദൃശ്യപ്പെടുകയും മരിക്കുന്നത് വരെ, മരണത്തിന് മുമ്പ് ആ ചിന്തയിൽ നിന്ന് പശ്ചാത്തപിച്ചില്ല, അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്താൽ, ഹുശറ മഅഹും യൗമൽ ഖിയാമ നാളെ അന്ത്യനാളിൽ അതാ അവരുടെ കൂടെയാണ് ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണ്ടേ, അന്യ സമുദായങ്ങളെ അനുകരിക്കുകയും അവരോട് അവരുടെ ആദർശങ്ങളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ അവരോട് സാദൃശ്യപ്പെടുകയും ചെയ്തു മരിച്ചുപോയാൽ അവരുടെ കൂടെയാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അദ്ദേഹം പറഞ്ഞല്ലോ, നൈറൂദഹും അവരുടെ നൈറൂദ് ആരെങ്കിലും ചെയ്താൽ. എന്താണ് ഈ നൈറൂദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കണം ശരിക്ക്. നൈറൂദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മനസ്സിലാക്കൂ സഹോദരങ്ങളെ. അവ്വലു യൗമിൻ മിൻ അയ്യാമി സനത്തി ശംസിയ്യത്തി ഇൻദൽ ഫുറുസ്, പേർഷ്യക്കാര് സൂര്യവർഷത്തിലെ ഒന്നാമത്തെ ദിവസം അവർ ന്യൂ ഇയർ ആയി ആഘോഷിക്കുമായിരുന്നു. ഇപ്പൊ പേർഷ്യക്കാരാണ് ന്യൂ ഇയർ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. അവര് സൂര്യവർഷത്തിലെ ഒന്നാമത്തെ ദിവസം അവർക്ക് ആഘോഷമാണ്, അവർക്ക് ആഹ്ലാദമാണ്. അവരന്ന് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അപ്പൊ പേർഷ്യക്കാരിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ജൂത നസാറാക്കളിൽ നിന്ന് വന്ന ഏർപ്പാടാണ് എന്ത്? ന്യൂ ഇയർ അടക്കമുള്ള ഈ നിലക്കുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല. പക്ഷേ മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കിയില്ല. ഇത് ശത്രുവിൽ നിന്നുള്ളതാണ്, ഇസ്ലാമിന്റെ വൈരികളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മുസ്ലിം വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പേര് വെച്ചവർക്കോ കഴിഞ്ഞില്ല. ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയോ? നേരിട്ട് ഇസ്ലാമിനെ തകർക്കാനാവില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും വികൃതമാക്കുക. അങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയൂ. അത് അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന ജൂത നേതാവ് തുടങ്ങി വെച്ച അദ്ദേഹത്തിന്റെ അക്കാലം മുതൽ അദ്ദേഹം നേതൃത്വം വഹിച്ച ഏർപ്പാടാണ്. അവിടുന്ന് അങ്ങോട്ട് ഇന്നേ വരെയും ജൂതരും നസാറാക്കളുമൊക്കെ അവരുടെ സമീപനം ഇതായിരുന്നു, നേരിട്ട് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദർശപരമായി ആശയപരമായി തകർക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ ഇതിന്റെ ചെറിയ ചെറിയ ഓളങ്ങളും മലയോളുകളുമൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അതാ ഒരു പറ്റം ജൂതന്മാര് വരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത് എന്നറിയോ? ഞങ്ങൾ മുഹമ്മദിന്റെ ആദർശം സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഷഹാദത്തും ചൊല്ലി ഇസ്ലാമിലേക്ക് അവര് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലാണ് പറയുന്നത്.
അങ്ങനെ അവർ കുറച്ചാളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് രാവിലെ വന്ന് ഇസ്ലാം സ്വീകരിച്ച് വൈകുന്നേരമായപ്പോ അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത്? രാവിലെ വന്ന് ഇസ്ലാം സ്വീകരിച്ച് വൈകുന്നേരമാകുമ്പോ മുർത്തദ്ദാവുക, ഇസ്ലാമിൽ നിന്നങ്ങ് പുറത്തു പോവുക, എന്നിട്ട് പറയുക ഞങ്ങൾ കുറെ മുഹമ്മദിന്റെ കൂടെ ഇരുന്ന് നോക്കി, പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദിന്റെ ആദർശം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയാൽ കഥയറിയാത്ത അറബികൾ വിചാരിക്കുമെന്ന് വേദഗ്രന്ഥങ്ങളൊക്കെ പരിചയമുള്ള ജൂതന്മാരും നസാറാക്കളുമൊക്കെ ഒന്നിനും പറ്റില്ല, കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആരെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ജൂതന്റെ തന്ത്രമായിരുന്നു അത്. ആ സമാനമായ തന്ത്രങ്ങൾ എക്കാലഘട്ടത്തിലും ഇസ്ലാമിക ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നും അത് കാണുന്നുണ്ട്. ഇന്നും പലരും കടമെടുത്തിരിക്കുന്നത് ജൂതന്റെ ആശയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയാൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും അതാ അന്യ സംസ്കാരങ്ങളോട് അമിതമായ ഒരു അഭിനിവേശം മുസ്ലിമീങ്ങൾക്ക്. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്? ജൂതനാണ്, നസാറാക്കളാണ്. കാരണം അള്ള പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എന്താ അള്ള പറഞ്ഞതെന്നറിയോ? അള്ള പറഞ്ഞൊരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ ഒരു താക്കീതുണ്ട്. ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം അതാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 120 മനസ്സിരുത്തി വായിച്ചു നോക്കൂ. എന്നും ജൂതന്റെ മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹം അള്ള പറയുകയാണ്, നസാറാക്കളുടെ ആഗ്രഹം അള്ള പറയുകയാണ്. എന്താ അള്ള പറയുന്നത്? വലൻ തർവാ അൻകൽ യഹൂദു വലൻ നസാറ. ഓ നബിയേ, നിങ്ങളെക്കുറിച്ച് സംതൃപ്തരാവുകയില്ല ആര്? ജൂതന്മാരോ നസാറാക്കളോ. അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല, അവർക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല, അവർക്ക് ഒരു നിലക്കുള്ള രമയും ഉണ്ടാവുകയില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മതം നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ, അവരുടെ മതം സ്വീകരിക്കുന്നത് വരെയുള്ള പണികൾ അവർ എടുത്തുകൊണ്ടേയിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ചാഞ്ഞുപോകല്ല, ആ നിനക്കുള്ള വക്രമായ നിനക്കുള്ള ചിന്ത വരേണ്ടതില്ല. ഖുൽ നബിയേ, അങ്ങ് പറഞ്ഞേക്കണം അങ്ങയുടെ ഉമ്മത്തിനോട്, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, തീർച്ചയായും സന്മാർഗം അല്ലാഹുവിന്റെ സന്മാർഗം മാത്രമാണ്, സന്മാർഗം അല്ലാഹുവിൽ നിന്നുള്ള അവന്റെ സന്മാർഗം മാത്രമാണ്. വലഇനിത്തബഅത അഹ്വാഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, നിനക്ക് വിജ്ഞാനം വന്നു കിട്ടിയതിനു ശേഷം ജൂതന്റെയും നസാറാക്കളുടെയും പിൻബലമില്ലാത്ത, തെളിവുകളുടെ പിൻബലമില്ലാത്ത ഈ ഇച്ഛകളെ പിൻപറ്റിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിൽ നിന്ന് നിനക്കൊരു രക്ഷാധികാരിയെയോ സഹായിയെയോ കണ്ടെത്തുക സാധ്യമല്ല. ജൂതനും നസാറാക്കളും, ജൂതന്മാരും നസാറാക്കളും അവരുടെ എന്നത്തെയും ആഗ്രഹവും തൃപ്തിയുമാണ് മുസ്ലിമീങ്ങൾ അവരുടെ മതം സ്വീകരിക്കണം. അതിനുള്ള പണി അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതിനെല്ലാം ഏതൊക്കെ നിലക്ക് എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അറിയാതെ മുസ്ലിമീങ്ങൾ അതിൽ പോയി ചാടും. എന്നിട്ടോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പേര് പറയുന്നവര് തന്നെ ഇത്തരം തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദുരന്തം. സമുദായത്തിൽ വരും. ഈ താക്കീത് ഗൗനിക്കാത്ത ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ സംജാതമാകും. കേട്ടോ, ഹദീസുകളിൽ കാണാം. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബിമാര് നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു സംഭവം. എന്ത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ ഇലാ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടു. പ്രസിദ്ധമാണല്ലോ ഹുനൈൻ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടപ്പോ മർറ ബി ശജറത്തിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾ വളരെ ആദരവോടുകൂടെ കാണുന്ന ഒരു വൃക്ഷത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നുപോയി. കേട്ടോ, മുശ്രിക്കീങ്ങൾക്കൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ ചില വൃക്ഷങ്ങൾ. കാസർഗോഡ് ജില്ലയിലൊക്കെ പോയാൽ വഴിയോരങ്ങളിൽ കാണാം ചില വൃക്ഷങ്ങൾ, ചില മരങ്ങൾ, തൊട്ടിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള മരങ്ങൾ. അതേപോലെ തന്നെ ആളുകൾ ഭവ്യതയോടുകൂടെ ചെന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ. ഇതിന് സമാനമായ വൃക്ഷങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾക്കും ഉണ്ടായിരുന്നു.
യുഖാലു ലഹാ, ആ വൃക്ഷത്തിന്റെ പേരെന്തായിരുന്നുവെന്നോ ദാത്തു അൻവാസ്, ആ മരത്തിന്റെ പേര് ദാത്തു അൻവാസ് ആയിരുന്നു. എന്തിനാണ് ആ വൃക്ഷത്തെ അവർ ഉപയോഗിച്ചിരുന്നത്? യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, അവര് യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് അവരുടെ വാളുകളൊന്നും അതിന്റെ മേലിങ്ങനെ തൂക്കും, ആ വൃക്ഷത്തിന്റെ മുകളിലൊന്നിങ്ങനെ വാള് കെട്ടി തൂക്കും. എന്തായിരുന്നു അവരുടെ വിശ്വാസമെന്നോ, ഈ വൃക്ഷത്തിന്റെ മുകളിൽ വാള് കെട്ടി തൂക്കിയാൽ വിജയം കിട്ടും, ഈ വൃക്ഷത്തിന് ബറക്കത്തുണ്ട്, ഈ വൃക്ഷത്തിന് എന്തോ ചില ദിവ്യത്വങ്ങളുണ്ട്, അതുകൊണ്ട് അതിനെ കെട്ടിത്തൂക്കിയാൽ വിജയം സുനിശ്ചിതമാണെന്നും പറഞ്ഞ് ബറക്കത്തെടുത്തിരുന്ന് ആരാധിച്ചിരുന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അരികിലൂടെ ഹുനൈൻ യുദ്ധത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിങ്ങനെ സഹാബത്തിനോടുമായി ഒന്നിച്ച് നടന്നു പോകുന്ന ഘട്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സമുദായത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അവിടുത്തെ അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. മുശ്രിക്കീങ്ങൾക്കൊക്കെ യുദ്ധത്തിന് പോകുമ്പോ വാള് കെട്ടിച്ചൂക്കാൻ ഒരു മരമുണ്ടല്ലോ, ദാത്തു അൻവാത്ത് ഉണ്ടല്ലോ, അതുപോലെ ഒരു ദാത്തു അൻവാത്ത് ഞങ്ങൾക്കും നിശ്ചയിച്ചു തരൂ റസൂലേ, അതുപോലെ ഒരു സാഹചര്യം നിങ്ങൾക്കും ഉണ്ടാക്കി തരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? وقال النبي صلى الله عليه وسلم سبحان الله هذا كما قال قوم موسى. സുബ്ഹാനല്ലാഹ്, ഇത് മൂസ അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞതുപോലെയുള്ള വർത്തമാനമായി പോയല്ലോ. എന്താ മൂസ അലൈഹിസ്സലാമിന്റെ ജനത ഒരിക്കൽ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. ഇതാ അവർക്കൊക്കെ കാണാൻ പറ്റുന്ന ദൈവങ്ങളുണ്ടല്ലോ, ഇതുപോലെയുള്ള ദൈവങ്ങളെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരൂ മൂസ എന്ന് ആ നന്ദികെട്ട ഇസ്രായേൽ ജനത അവരുടെ പ്രവാചകനോട് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ ഈ വർത്തമാനം. അതുകൊണ്ട് ഇതങ്ങ് ഗൗരവമുള്ള വർത്തമാനം തന്നെ. എന്നിട്ട് റസൂലുള്ളാഹ് ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത്, അതല്ലെങ്കിൽ ഒരു പ്രവചനം അവിടുന്ന് നടത്തുകയാണ്. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ലതർകബുന്ന സുന്നത മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയും ഇതേ സമാനമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതേ നിലക്കുള്ള ജൂതനസാറാക്കളുടെ നടപടിക്രമങ്ങൾ എന്റെ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മുന്നറിയിപ്പും താക്കീതും പ്രവചനവും നൽകിയെങ്കിൽ അതാ സംഭവിച്ചു കഴിഞ്ഞു സമുദായമേ. നമ്മുടെ സമുദായത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഗൗരവമാണ്. ഇത്തരം വിഷയങ്ങളൊന്നും ലാഘവത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണരുത്. ഗൗരവമാണ് സഹോദരന്മാരെ, വളരെ ഗൗരവമാണ്. പറ്റിപ്പോകരുത്. ഇന്ന് പലർക്കും ഈ വിഷയങ്ങളിലൊന്നും ഒരു കണിശമായ നിലപാടുമില്ല. നേതൃത്വം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ തനിയായ നിലക്ക് യഥാർത്ഥ നിലക്ക് പ്രബോധനം ചെയ്യുന്ന സംഘടനകൾ എന്നവകാശപ്പെടുന്ന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പോലും യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത വിഷയങ്ങളാണിതൊന്നും. നിലവിളക്കിന്റെ മുമ്പിൽ വന്നാൽ ആദർശം മറക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മെഴുകുതിരിയുടെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആദർശത്തിന് വിരുദ്ധമാണോ ഇത് എന്നൊന്നും ചിന്തിക്കാതെ മെഴുകുതിരി കത്തിക്കാൻ മാത്രം ദുർബലമായ ഈമാനിന്റെ ഉടമകളാണ് ഇന്ന് സംഘടനാ നേതാക്കന്മാർ എന്ന് പറയുന്നവർ പോലും. നോക്കൂ, ഒന്നൊരു വേള ചിന്തിക്കാൻ പോലുമുള്ള മനസ്സ് ഇവർക്കൊന്നുമില്ല. ഞാൻ ഈ നിൽക്കുന്നത് എവിടെയാണ്? ഞാൻ ഈ കത്തിക്കുന്നത് എന്താണ്? ഇതെന്തൊരു ആചാരമാണ്? ഇത് ഞാൻ കത്തിക്കാൻ പാടുണ്ടോ? ഇതെന്റെ ആദർശവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത്? സാധാരണക്കാരല്ല, വിവരമില്ലാത്തവരല്ല, വിവരമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവർ നേതൃത്വം നൽകുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു കാലം എന്റെ സമുദായത്തിൽ വരിക തന്നെ ചെയ്യും, അന്ന് നേതാക്കന്മാരും വിവരമില്ലാത്തവരാകും. എന്നിട്ടോ അവരെന്താ ചെയ്യുന്നതെന്നോ, സാധാരണ പാവങ്ങൾ അവരോടങ്ങ് ഇൽമിയായ വിഷയങ്ങളിൽ ഫത്വ ചോദിക്കുമ്പോൾ വിവരമില്ലാതെ ഫത്വ പറഞ്ഞുകൊണ്ട് ഫത്വ നൽകിക്കൊണ്ട് സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന ദുരന്തം എന്റെ ഉമ്മത്തിന് വരാനിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവചിച്ച പ്രവചനങ്ങൾ ഇതാ ഓരോന്നായി
നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെയാണ് ഈ വിഷയങ്ങൾ നമ്മൾ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യാതൊരു പ്രയാസവുമില്ല ഇത്തരം സംഗതികളൊന്നും ചെയ്യുന്നത്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട മെഴുകുതിരി കത്തിക്കുന്നു, പ്രശ്നമില്ല. ഹൈന്ദവാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിളക്ക് കത്തിക്കുന്നു, കുഴപ്പമില്ല. അതുപോലെ തന്നെ മതസൗഹാർദ്ദങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മത കൊടുക്കലുകളുടെ വേദികളിൽ പരസ്പരം കൊണ്ടുകൊടുക്കുന്നു. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കലല്ലോ, ഓരോരുത്തരുടെയും മതത്തിന്റെ ആദർശങ്ങൾ അനുസരിച്ച് ഓരോരുത്തരെയും ജീവിക്കാൻ അനുവദിക്കലാണല്ലോ. അതിന് സഹിഷ്ണുതയോടുകൂടെ നോക്കിക്കാണലാണല്ലോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതസൗഹാർദ്ദം അത് അമ്പലത്തിൽ പോകുന്നു മുസ്ലിം, അതുപോലെ തന്നെ ജാറത്തിൽ വരുന്നു മുസ്ലിം, ജോത്സ്യന്റെ അരികിൽ പോകുന്നു മുസ്ലിം, മുസ്ലിം പേരിട്ട മുസ്ലിം വേഷം കെട്ടിയ സിദ്ധന്റെ അരികിൽ വരുന്നു മുസ്ലിം. ഇതൊക്കെ വലിയ മതസൗഹാർദ്ദമായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമാണിന്ന്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും ഞാൻ ആണയിട്ട് പറയുകയാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾ സമ്മതിക്കുന്നില്ല കേട്ടോ മറ്റുള്ള മതങ്ങളെ അനുകരിക്കാൻ, അവരുടെ ആഘോഷങ്ങളെ അനുകരിക്കാൻ, അവരുടെ സമ്പ്രദായങ്ങളെ പിൻപറ്റാൻ, അവരോട് സാദൃശ്യപ്പെട്ടു പോകുന്നതിൽ വളരെ കണിഷ്ഠ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, മഹാനവറുകൾ പറഞ്ഞത്, ഇത് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട വാക്യമാണ്. ഇന്നാ ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊരു ഖൗമാണ്, നമ്മളൊരു ജനതയാണ്, നമുക്ക് അല്ലാഹു ഇസ്ലാം കൊണ്ട് പ്രതാപം തന്നിരിക്കുന്നു. ഫഇൻ തലബിനൽ ഇസ്സ ബിഗൈരിഹി അദല്ലനല്ലാഹ്, ഇനി ഇസ്ലാം വേണ്ട ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് ഖുർബ് മതി, ഞങ്ങൾക്ക് പടിഞ്ഞാറ് മതി, ഞങ്ങൾക്ക് പാശ്ചാത്യ പടിഞ്ഞാറിന്റെ ആ സംസ്കാരം മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും പിന്നാലെ പോയിട്ട് അതിൽ മേനി നടിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു നിന്യനാക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ്. എന്താ പറഞ്ഞത്? ഇന്നാ ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫഇൻ തലബനൽ ഇസ്സ ബിഗൈരിഹി അദല്ലനല്ലാഹ്. അതാ ഒരു വർത്തമാനമാണത്. മഹാനവറുകൾ വീണ്ടും പറഞ്ഞു. എന്താ അദ്ദേഹം വീണ്ടും പറഞ്ഞതറിയോ? വഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, സഹാബത്തിന്റെ സമീപനമാണ് ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളോട്. നമ്മൾ സലഫികളാണ്, സലഫിന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നവരാണ്. സഹാബത്തിന്റെ സമീപനം കേട്ടോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയട്ടെ, ലാ തതഅല്ലമു റസാനത്തുൽ ആജിമി, മുസ്ലിം സംസ്കാരവും ആദർശവും ഇല്ലാത്ത അന്യ നാട്ടുകാരുടെ ഭാഷാ ശൈലി പോലും നിങ്ങൾ പഠിക്കരുത്. റളിയല്ലാഹു അൻഹു പറയാൻ എന്ത്? അമുസ്ലിമീങ്ങളുടെ ഭാഷാ ശൈലി പോലും പഠിക്കരുത്. അവരുടെ മതവുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യേകം ഉപയോഗിക്കുന്ന ചില ഭാഷാ ശൈലികളുണ്ടല്ലോ, അവരുടെ മതചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട ഭാഷാ ശൈലികൾ, അത് നിങ്ങൾ പഠിക്കാൻ പാടില്ല. വലാ തദ്ഖുലൂ അലൽ മുശ്രികീന ഫീ കനായിസിഹിം യൗമഈദിഹിം, അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അവരുടെ ചർച്ചുകളിൽ നിങ്ങൾ വെറുതെ അത് കാണാൻ വേണ്ടി പോലും പോകേണ്ടതില്ല. നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്, ചർച്ചുകളിൽ പോകരുത്. കാരണം ആ ഖൗമിന്റെ മേൽ അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെ. പോകരുത് നിങ്ങൾ അവിടേക്ക്. വഖാല അയ്യൻ വീണ്ടും പറയാണ്, ഇജ്തനിബൂ അഅദാ അല്ലാഹി ഫീദിഹിം, അല്ലാഹുവിന്റെ ശത്രുക്കളുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ അവരെ ഒഴിവാക്കണേ, വെടിയണേ. وإذا كان الداخل لفرجة أو غيرها منهيا عن ذلك, ഒരാൾ വെറുതെ ഒരു നിസാരമായ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അവിടേക്ക് പ്രവേശിക്കുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. കോപം അവരുടെ മേൽ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പിന്നെ എങ്ങനെയാണ് അള്ളാന്റെ കോപം കിട്ടുന്ന അവരുടെ മതചിഹ്നങ്ങൾ ഒരാൾ പ്രവർത്തിക്കുന്നത്, അതിൽ ഒരാൾ ഭാഗവാക്കാകുന്നത് എങ്ങനെ? വല്ലാത്തൊരു വർത്താനല്ലേ. പാടില്ല എന്നാ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ മുമ്പേ ഇതിന്റെ ഗൗരവമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു നടക്കുകയെന്നല്ലാണ്ട് ഇതൊന്നും പഠിക്കാൻ പല ആളുകളും തയ്യാറാകുന്നില്ല. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പരിചയമില്ലാത്ത ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ടോ? അല്ലേ? എന്താ മഹാനവറുകൾ പറഞ്ഞത്? എന്താ അദ്ദേഹം പറഞ്ഞത്?
ക്രിസ്മസോ ഓണമോ ശ്രീകൃഷ്ണ ജയന്തിയോ അല്ലെങ്കിൽ ജന്മദിനാഘോഷങ്ങളോ എന്ത് നടക്കുകയാണെങ്കിലും നമ്മളൊന്ന് ഗ്രീറ്റിംഗ് അടിച്ചാൽ അല്ലെ, ഒന്ന് ഗ്രീറ്റിംഗ് മാത്രം, ഒരു മെസ്സേജ് മാത്രം, വാട്സപ്പിൽ ഒരു മെസ്സേജ്, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ക്രൈസ്തവ സഹോദരന് ക്രിസ്മസിന്റെ സന്ദർഭത്തിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഓണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കൊടുത്താലോ, അതിൽ ഒരു പണ്ടായിരുന്നല്ലോ ഗ്രീറ്റിംഗ് കാർഡുകൾ ഉണ്ടായിരുന്നത്, ഇപ്പോഴുണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും ആശംസ നേരുന്നതിന്റെ ഗൗരവം പറയാണ്. കുഫറിന്റെ ചിഹ്നങ്ങളെ കൊണ്ട് ഒരാൾ ആശംസ നേർന്നു കഴിഞ്ഞാൽ അത് ഹറാമുൻ ബിൽ ഇത്തിഫാഖ്, പണ്ഡിതന്മാർക്കിടയിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്, അത് ഹറാമ് തന്നെ, അതിൽ സംശയമില്ല. അതുകൊണ്ട് ഗ്രീറ്റിംഗ് അയക്കാൻ നിൽക്കണ്ട, ഹറാമാണത്. ഇനിയോ മിഥിലായതുപോലെ അവരുടെ ആഘോഷങ്ങളിലും അവരുടെ നോമ്പുകളിലുമൊക്കെ ഒരാൾ ആശംസ നേരുകയാണ്. വയഖൂലു, എന്നിട്ട് അയാൾ പറയുന്നു, ഈദും മുബാറക്കുൻ അലൈക്, നിനക്ക് നല്ല ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, അല്ലേ, ഹാപ്പി ഓണം, ഇങ്ങനെയൊക്കെ ക്രിസ്മസ് ആ നിലക്കുള്ള ഗ്രീറ്റിംഗ്, ആ നിലക്കുള്ള ആശംസകൾ നേർന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ്, ഇത് ഇത് പറഞ്ഞയാള് കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും ബഹുവ മിനൽ മുഹറമാക്കി, ഇത് ഹറാമിൽപ്പെട്ടതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ചിലപ്പോൾ വിശ്വാസമൊന്നും ഇല്ലാണ്ടേ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, വിശ്വാസമൊന്നുമില്ല, ഏതായാലും ഇപ്പൊ ക്രിസ്മസിന്റെ സമയത്ത് നമ്മളൊന്ന് ഗ്രീറ്റിംഗ് അടിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന നിലക്ക് വിശ്വാസമൊന്നും ഇല്ലാണ്ടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ അത് ഹറാമാകും. ഇനിയോ വിശ്വാസപൂർണമാണെങ്കിലോ, ഇന്ന് യേശു ജനിച്ച ദിവസമാണ്, ഇന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എന്നാണ് നല്ല നീയത്തോടു കൂടെ അടിച്ചാലോ അത് കുഫറായി പോകുന്ന വിഷയമാണ്. ഇനി അതല്ല, അതൊരു കേവലം വെറും ഒരു ഗ്രീറ്റിംഗ് ആണെങ്കിൽ പോലും അത് ഹറാമാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഹുവ, അത് ബിമൻസിലത്തിൻ, ഒരു സ്ഥാനത്താണ്, കുരിശിന്റെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ സുജൂദ് വീണ് കിടക്കുമ്പോ അവന് ചെയ്തോ എന്നും പറഞ്ഞിട്ട് ആശംസ നേരുന്നത് സമമാണ്. എന്നിട്ട് പറയുന്നു, ബൽദാലിക അഅലമു ഇസ്മൻ ഇൻദല്ലാഹി വഅശദ്ദു മഖതൻ മിനത് തഹ്നിയതി ബിശുർബിൽ ഖംറി വഖത്ലിൻ നഫ്സി വഇർതികാബിൽ وكثير ممن لا قدر للدين عنده يقع في ذلك ولا يدري قبح ما فعل. മഹാനവറുകൾ പറയുന്നു, കള്ളുകുടിക്കുന്നവന് ആശംസ നേരുന്നതിനേക്കാൾ, കൊല ചെയ്യുന്നവന് ആശംസ നേരുന്നതിനേക്കാൾ, വ്യഭിചാരം ചെയ്യുന്നവന് ആശംസ നേരുന്നതിനേക്കാൾ ഗൗരവമാണ് കേട്ടോ ഈ നിലക്കുള്ള ആശംസ നേരൽ. എത്ര ആളുകൾ, എത്രയെത്ര ആളുകളാണ് ഇമ്മല്ലാ ഖദറ ദീൻ, ദീനിൽ ഒരു കാര്യവും ഒരു ചുക്കും അവർക്കറിയുകയില്ല, അവന്റെ അടുക്കൽ ദീനൊന്നുമല്ല. ഈ സംഗതികളിലൊക്കെ അവൻ ചെന്ന് വീഴുകയാണ്. വലായതിരി കുബഹമാ ഫഅല, അവൻ ചെയ്യുന്ന തോന്നിവാസത്തിന്റെ ഗൗരവമുണ്ടോ അവനറിയുന്നു. അല്ലേ, ഇങ്ങനെയുള്ള നേതാക്കന്മാര് ചെയ്യുന്നില്ലേ, സാധാരണക്കാര് ചെയ്യുന്നില്ലേ? ചെയ്യുന്നവനതിന്റെ ഗൗരവം അറിയുമോ? എന്നിട്ട് മഹാനവറുകൾ അവസാനിപ്പിക്കുകയാണ്, ഫമൻ ഹനഹ അബ്ദൻ ബിമഅസിയത്തിൻ ഔ ബിദഅത്തിൻ ഔ കുഫറിൻ ഫഖദ് തഅറള ലിമഖ്തില്ലാഹി വതഖ്തിഹി. ആരെങ്കിലും ഒരു തെറ്റായ കാര്യത്തിന് ആശംസ നേർന്നാൽ, ഒരു ബിദഅത്തിന് ആശംസ നേർന്നാൽ, ഒരു കുഫറിന് ആശംസ നേർന്നാൽ അല്ലാഹുവിന്റെ കോപത്തിന് അവൻ അർഹനായി തീർന്നു കേട്ടോ എന്ന് മഹാനവറുകൾ ഇതാ പറയുന്നു. അതുകൊണ്ട് സംശയം വേണ്ട, സംശയം വേണ്ടത് ഇസ്ലാമിലില്ല, ഇസ്ലാം എതിരൊന്നും അല്ല എന്ന് ആരെങ്കിലും ഫത്വ കേട്ടിട്ട് നമ്മളാകെ വെപ്രാളപ്പെട്ടു പോകേണ്ട വിഷയമല്ല. ഈ ചെങ്ങാതിമാര് ഇസ്ലാമിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഫത്വ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല, ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. എങ്ങനെയൊക്കെ സഹകരണം ഉണ്ടാവുക? നമ്മൾ വിചാരിക്കുക ഞാനിപ്പോ അതിന് സഹകരിക്കണമെന്നില്ലല്ലോ, എന്റെ അടുത്തും അങ്ങനത്തെ സഹകരണമൊന്നുമില്ലല്ലോ, പക്ഷെ നമ്മൾ അറിയാണ്ട് സഹകരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സുകാരും കച്ചവടക്കാരൊക്കെ നോക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു എന്തെന്നറിയോ? വമിൻ സുവരിൽ മുശാറക, ഇത്തരം കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നതിന്റെ രൂപങ്ങളാണ് എന്ത്? ലിൽ മുശ്രിക്കീന ഫീ അയാദിഹിം, മുശ്രിക്കീകളുടെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്ന രൂപങ്ങളാണ്. മാനുഷാഹിദുഹു ജലിയൻ, വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. ഫീ ബഅദി അസ്വാഖിനാ, നമ്മുടെ ചില കമ്പോളങ്ങളിൽ, കടകളിൽ, സൂക്കുകളിൽ. എങ്ങനെയത്?
മയ്യബിയോ ചില ആളുകൾ വിൽക്കുന്നു മായസ്തൈനൂന ബിഹി അലാ ഇഖാമത്തി ശആഇരി ദീനിഹിം വഅയാദിഹിം ഇവരുടെ ആഘോഷങ്ങളും ഇവരുടെ ഉത്സവങ്ങളുമൊക്കെ നടക്കാൻ ആവശ്യമായ ഇവരുടെ മതചിഹ്നങ്ങളെ ചില ആളുകൾ വിൽക്കാറുണ്ട്. അത് വിൽപ്പന നടത്തുന്നത് അതിൽ പങ്കുചേരലാണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യലാണ്. ഏതുപോലെ ക്രിസ്മസ് വരുമ്പോ മെഴുകുതിരി വിൽക്കുന്ന കച്ചവടക്കാരില്ലേ, പുഷ്പങ്ങൾ വിൽക്കുന്നവരില്ലേ, ഗ്രീറ്റിംഗുകൾ ഗ്രീറ്റിംഗ് കാർഡുകൾ വിൽക്കുന്നവരില്ലേ, ഔ കിതാബത്തെ ഇബാറാത്തി തഹ്നിയത്തി അലൽ ഹൽവയാത്തി വൽ ഉറൂദി വഗൈരിഹാ ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ ചില പലഹാരങ്ങളുടെ മേല് ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ അടിച്ചിട്ട് ചില കേക്കുകളൊക്കെ ചില ആളുകൾ വിൽക്കാറില്ലേ. ഇതൊക്കെ ഇതിൽ പങ്കുചേരലാണ്. ഔ തഹ്ജീരിൽ ഫനാദിഖി ചിലപ്പോ ഹോട്ടലുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കും. അവിൽ മസാരിഹി അവിൽ മുജമ്മഅത്തി സുക്നിയത്തി ലിയുഖീമു ഫീഹാ ഹഫലാതിഹിം വഅയാദിഹിം ഇവരുടെ ആഘോഷങ്ങൾ നടക്കാനും ഉത്സവങ്ങൾ നടക്കാനും ഒക്കെ നമ്മുടെ ഫ്ളാറ്റുകളും അതേപോലെ നമ്മുടെ ഹോട്ടലുകളും നമ്മുടെ അധീനതയിലുള്ള ഹോളുകളുമൊക്കെ നമ്മൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലും ഇതിലുള്ള സഹകരണമാണ്. ഇതൊക്കെ പാപത്തിന്റെയും ശത്രുതയുടെയും പേരിലുള്ള സഹകരണമാണ്. വേണ്ട മുസ്ലിമേ വേണ്ട, ഇത് നിന്റെ ആദർശത്തിന് വിരുദ്ധമാണ്. ഇത് നീ പഠിച്ച ആദർശത്തിന് വിരുദ്ധമാണ്. നീ എന്താ പഠിച്ചത്? നീ എന്താ മനസ്സിലാക്കിയത്? നിന്റെ ഈമാൻ എന്താണ്? നീ എന്താണ് ഓരോ ദിവസത്തിലും ആവർത്തിച്ചു പറയുന്നത്? റദീതു ബില്ലാഹി റബ്ബാ, ഞാൻ എന്റെ റബ്ബായി അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, എന്റെ മതം ഇസ്ലാമാണ്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂലാ, എന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് ഇസ്ലാം മതി, എനിക്ക് ദീനായി ഇസ്ലാം മതി, എനിക്ക് റബ്ബായി അള്ള മതി, എനിക്ക് നബിയായി മുഹമ്മദ് മതി എന്നല്ലേ നീ പറയുന്നത്? ആ വർത്തമാനത്തിന് നേരെ വിരുദ്ധമല്ലേ? കാരണം എന്താണെന്നോ, ക്രിസ്മസ് ആഘോഷിക്കുന്ന സഹോദരന് എങ്ങനെയാണ് നീ ഗ്രീറ്റിംഗ് അടിക്കുക? അതല്ലെങ്കിൽ നീ ആശംസ നേരുക? നീ എങ്ങനെ ആ സദ്യ പോയി ഉണ്ണും? നീ എങ്ങനെ ഓണത്തിന്റെ സദ്യ തിന്നും? അതല്ലെങ്കിൽ ക്രിസ്മസിന് പോകും? കാരണം എന്തെന്നോ, അത് വിശ്വസിക്കുന്നവന്റെ ആഘോഷിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? ഇന്നത്തെ ദിവസം ഡിസംബർ 25-ാം തീയതിയാണ് യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ പൂജാതനായത്. മഹാനായ യേശുവിന്റെ ജന്മദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യേശുവിന്റെ ജന്മദിനത്തിന് എന്റെ എല്ലാ ആശംസകളും എന്നല്ലേ നീ ആ കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സമ്മതിക്കുന്നത്? നിന്റെ വിശ്വാസമാണെങ്കിലോ മഹാനായ യേശു മഹാനായ ഈസാ അലൈഹിസ്സലാം, ആ മഹാനായ ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ മോനല്ല, മറിച്ച് അള്ളാന്റെ പ്രവാചകനാണെന്നല്ലേ നീ വിശ്വസിക്കുന്നത്? എന്നാൽ ഇവരുടെ വിശ്വാസമോ യേശു അള്ളാന്റെ മോനാണ്. അവരുടെ വിശ്വാസപ്രകാരമാണ് ഞാൻ യേശു എന്ന് പറയുന്നത്. ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ മോനാണ്. ആ അള്ളാന്റെ മോന് ജനിച്ച ദിവസമാണ് ഇന്ന് 25-ാം തീയതി. അതല്ലേ പറയുന്നത്? എന്നാൽ അള്ള പറയുന്നത് കേട്ടോ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അതിന്റെ അപകടം എന്താണ്? അവരതാ പറഞ്ഞല്ലോ, ഇത്തഖദർ റഹ്മാൻ വലദാ, പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ക്രിസ്ത്യാനികൾ, അതേപോലെ തന്നെ ആ നിലക്കുള്ള ആദർശങ്ങളുള്ള ജൂതന്മാരും അറബികളിൽപ്പെട്ട മുശ്രിക്കീങ്ങളുമൊക്കെ പറഞ്ഞ വാചകങ്ങൾ അതാണ്. പ്രത്യേകിച്ച് നസാറാക്കൾ പറഞ്ഞല്ലോ, പരമകാരുണ്യകൻ ഒരു മോനെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗൗരവമായ ഒരു കാര്യമാണല്ലോ. അല്ലാഹു അതാ പറയുന്നു. എന്നിട്ട് നിങ്ങൾ ആ പറഞ്ഞ വർത്തമാനത്തിന്റെ ഗൗരവം കേൾക്കണോ? അല്ല പറയാണ്, അതിനാൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്, ഭൂമിയതാ വിണ്ടു കീറാറായിട്ടുണ്ട്. മാത്രമല്ല പർവ്വതങ്ങൾ അതാ തകർന്നു വീഴാറായിട്ടുമുണ്ട്.
ഒരു തകരൽ എന്ന് ഖുർആൻ പറയാണ്. എന്തിന്റെ കാരണം? റഹ്മാനി വലദാ, പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ വാദിച്ചത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് ഭൂമി വെണ്ടുകീറി പർവ്വതങ്ങൾ തകർന്നു വീഴാറായിട്ടുണ്ട്. അത്രയും വലിയ വീഴാറാകുമാറുള്ള ഗൗരവമേറിയ വർത്തമാനമാണ് അവര് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയണെന്ത്? വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, ഒരിക്കലും പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അവൻ ഒരിക്കലും യോജിച്ച കാര്യമല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ റഹ്മാനി അബ്ദാ, ആകാശങ്ങളിലുള്ളവരാകട്ടെ ഭൂമിയിലുള്ളവരാകട്ടെ എല്ലാവരും അവന്റെ ഒരു ദാസന്മാരായിട്ടല്ലാതെ അവന്റെ അരികിൽ വരികയില്ല. അവന് സന്താനങ്ങളില്ല. അത് പറഞ്ഞത് ഗൗരവമേറിയ വർത്തമാനമാണ്. അങ്ങനെ ഗൗരവമേറിയ ഒരു വർത്തമാനത്തിന് ഗ്രീറ്റിനേക്കാളും അതിന് വേദി സംഘടിപ്പിക്കാനും അവരെ വിളിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വേദി പങ്കിടുവാനും അതല്ലെങ്കിൽ അവരുടെ വേദിയിൽ കടന്നു ചെന്ന് അതിനാശംസ നേരുവാനും ഈമാൻ ദുർബലമായി പോയവനല്ലാതെ ആർക്ക് സാധിക്കും? എന്റെ സഹോദരന്മാരെ, ഇതൊരു മതവൈരാഗ്യമല്ല, അതല്ലെങ്കിൽ ഇതൊരു കുടിലമായ ചിന്തയല്ല, ഇത് ഇസ്ലാമിന്റെ ആദർശമാണ്. അതുകൊണ്ട് സഹോദരന്മാര് മനസ്സിലാക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇസ്ലാം കർശനമായി വിരോധിച്ച ഒരു കാര്യമാണ് മറ്റുള്ളവരോട് സാദൃശ്യപ്പെടുക എന്നത്, മറ്റു മതക്കാരോട് സാദൃശ്യപ്പെടുക എന്നത്. അത് ഒരു വിഷയമായി തന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ചില സൂചനകൾ കാണാം, നിങ്ങളെ സൂചിപ്പിക്കുകയാണ്, സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മളല്ലാത്തവരോട് സാദൃശ്യപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. വലാ തശബ്ബഹു ബിൽ യഹൂദി വലാ ബിൻ നസാറ, ജൂതന്മാരോടോ നസാറാക്കളോടോ നിങ്ങൾ ഒരു നിലക്കും സാദൃശ്യപ്പെട്ടു പോകരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രയെത്ര റിപ്പോർട്ടുകളിൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു ഖൗമിനെ അനുകരിച്ചാൽ സാദൃശ്യപ്പെട്ടാൽ അവൻ അവരോടൊപ്പമായി തീർന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങളും പറയാം. എത്ര കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് എതിരാകണം. അഹ്ഫുശ് ശവാരിബ വഔഫുൽ ലിഹാ വഫീ റിവായത്തിൻ ഖാലിഫുൽ മജൂസ്. ചില റിപ്പോർട്ടുകളിൽ കാണാം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കീങ്ങളോടും മജൂസികളോടും ഒക്കെ എതിരാകണം. എങ്ങനെ എതിരാകേണ്ടത്? നിങ്ങൾ മീശ വെട്ടുകയും താടി വളരാൻ അനുവദിക്കുകയും ചെയ്യുക. അത് മറ്റുള്ളവരോട് എതിരാകലാണ്. മറ്റുള്ളവർ അതിനെതിരാണ്. അവർ മീശ നീട്ടി വളർത്തുകയും താടി വധിക്കുകയോ വെട്ടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരോട് എതിരാകാൻ വേണ്ടി നിങ്ങൾ മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യുക. എതിരാനുണ്ടോ? നമ്മൾ എതിരാനുണ്ടോ? പ്രസംഗിക്കുക എന്നല്ലാണ്ട് ആരെ ചെവിയിലാ ഇതൊക്കെ കയറാറുള്ളത്? നമ്മൾ തൊണ്ട പൊട്ടിക്കുക എന്നല്ലാതെ ആരാ ഇതൊക്കെ ഉൾക്കൊള്ളാറുള്ളത്? ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ യഹൂദ വൻ നസാറ, നസാറാക്കളോടും യഹൂദികളോടും എതിരാകണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം, അവൻ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കൂല, അവന് ഖുബ്ബ ധരിച്ച് നിസ്കരിക്കൂല, പ്രാർത്ഥിക്കൂല. അതുകൊണ്ട് എന്റെ സമുദായത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക്, എന്റെ ഉമ്മത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കല്ല അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. ഖുബ്ബ ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. അത് ജൂതനസാറാക്കളോടുള്ള എതിരാകലാണ്. എത്രയെത്ര കാര്യങ്ങൾ. ലാ യസാലു ദീനു ളാഹിറൻ മാ അജ്ജല അന്നാസ് അൽ ഫിത്ര ലിഅന്ന അൽ യഹൂദ വൻ നസാറ യുഅഖിറൂന, ജനങ്ങൾ നന്മയിലാണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലമത്രയും. കാരണം ജൂതനസാറാക്കൾ അവരുടെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കാറില്ല. അവരോടെതിരാകണേ. ഫസ്ലുമാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അകലത്തുസ് സഹർ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജൂതനസാറാക്കളുടെയും നമ്മുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം അത്താഴമാണ്. ജൂതനസാറാക്കൾ അത്താഴം കഴിക്കാറില്ല. അത്താഴം കഴിക്കണേ, അതിൽ ബറക്കത്തുണ്ട്. അതിലുപരി അതോടൊപ്പം തന്നെ അവരോടെതിരാകലാണ്. എത്രയെത്ര കാര്യങ്ങൾ. ആശുറാന്റെ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ഖാലിഫുൽ യഹൂദ വൻ നസാറ, ഖാലിഫുൽ യഹൂദ, യഹൂദികളോട് നിങ്ങൾ എതിരാകണേ. വസൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, ആശുറാന്റെ മുമ്പൊരു ദിവസമോ അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള വേറെ ഒരു ദിവസമോ നിങ്ങൾ നോമ്പെടുത്തിട്ട് ജൂതന്മാരോട് എതിരാകുമെന്ന്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടുന്ന് പഠിപ്പിച്ചു, സൂര്യൻ ഉദിച്ചുയരുന്ന നേരം നിസ്കരിക്കരുത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത്. നിങ്ങൾ നിസ്കരിക്കുന്നത് അല്ലാഹു തന്നെയാണെങ്കിലും ആ സമയം ആ സൂര്യാരാധകരുമായി, സൂര്യന് സുജൂദ് ചെയ്യുന്നവരുമായി സാദൃശ്യപ്പെടുന്ന നേരമാണ്. അതുപോലും വേണ്ട, ഈ മതത്തിൽ അതുപോലും വേണ്ട, അല്ലേ? അവിടെ പോലും സാദൃശ്യപ്പെടരുത്. ജൂതന്മാരും നസാറാക്കളുമൊക്കെ അവരുടെ ഭാര്യമാർക്ക് മെൻസസിന്റെ സമയമായാൽ, അതല്ലെങ്കിൽ ആർത്തവകാലമായാൽ അവരുടെ കൂടെ തിന്നുകയില്ല, അവരുടെ കൂടെ കുടിക്കുകയില്ല. അവർക്ക് പ്രത്യേക ആല കെട്ടി വീട്ടിൽ നിന്ന് ആട്ടി വേറെ ഒരു ഭാഗത്ത് താമസിപ്പിക്കുന്ന ഏർപ്പാട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ജൂതന്മാർക്കെതിരാകണേ, നസാറാക്കൾക്കെതിരാകണേ, ഇസ്നാഉ കുല്ല ശൈഇൻ, എല്ലാം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ഭാര്യമാരുമായി, ഇല്ല നിക്കാഹ്, എന്നാൽ ലൈംഗിക ബന്ധം മാത്രം നിങ്ങൾ ഒഴിവാക്കണം. പരസ്പരം ബന്ധപ്പെടാത്തതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അവിടെ മുതൽ അവിടെ വരെ എതിരാകാൻ പറഞ്ഞ ഈ മതത്തിന്റെ ഉടമകളാണ് ഈ ആദർശത്തിന്റെ വിലയറിയാതെ ഈ നിലക്കുള്ള തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അൽ വലാഉ വൽ ബറാ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വളരെ കൃത്യമായി പഠിക്കുക, ആദർശങ്ങളെ മാറ്റിവെക്കുക, വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, അതനുസരിച്ച് മുന്നേറുക. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു, എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടു എന്നതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആദർശത്തിലോ ഈമാനിലോ അതിൽ തകരാറ് വന്നുകൂടാ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി പഠിച്ച് ജീവിതത്തിൽ ആചരിക്കണമെന്ന്, അത് വിശ്വസിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവ്വലോക പരിപാലകനായ നാഥൻ അവന്റെ ദീന് യഥാവിധി ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് മുമ്പേ കടന്നുപോയ സലഫിന്റെ ആ മാർഗം മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഉന്നതന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവന്റെ ജീവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ചര്യ മാറോട് ചേർത്ത് പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കർമ്മം നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനമായ കാര്യം അറിയിക്കാനുള്ളത്, അടുത്തയാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അടുത്ത ആഴ്ച നമ്മൾ ഒരു ഉംറ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉംറ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന, ഉംറ കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും വേഗം വിവരം അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യാത്ര പൂർണ്ണമായും ഫ്രീ ആണ്. സൗജന്യ നിലക്ക് തന്നെ ഒരു ഉംറ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേഗം ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.